സുഗിലാസ് കുട്ടീസ് വേൾഡ്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ എൻ്റെ പേര് തൻശ്രീ. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന ഒരു സ്ഥലമാണ് വെലങ്ങുംകുന്ന്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള തൃശ്ശൂർക്കാർക്ക് പെട്ടെന്ന് പോയി വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് വെലങ്ങുംകുന്ന്. അപ്പോൾ നമുക്കൊന്ന് അവിടെ വരെ ഒന്ന് കണ്ടിട്ട് വരണ്ടേ? അപ്പോൾ നമുക്ക് അവിടേക്ക് പോകാം. ഇതേ നിങ്ങൾ ഈ കാണുന്നതാണ് തൃശ്ശൂർ കളക്ടറേറ്റ് കേട്ടോ. ഇതാണ് തൃശ്ശൂർ കളക്ടർ ഉള്ള ഓഫീസും തൃശ്ശൂർ കളക്ടറേറ്റ് എന്ന് പറയുന്നത്. ഇവിടെയാണ് കേട്ടോ ഓഫീസ്. കൺവെൻഷൻ സെന്റർ ആണ് നിങ്ങളിപ്പോ കാണുന്നത് കേട്ടോ. കൺവെൻഷൻ സെന്റർ വെലങ്ങുന്നുള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഇനി ഓരോ ഇത് പോകുമ്പോഴും നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ കൊടുക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ വെലങ്ങുന്നുള്ള ഒരു പാർക്ക് എന്ന് പറയുന്ന സ്ഥലമാണ്. പാർക്ക് കുറേ അധികം പാർക്ക് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ അത്രയും ഉണ്ട്. അവിടെ നിന്ന് പറയുന്നത് ഒരു ഫുഡ് കോർട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സ്റ്റാച്ചു. ഇതിൽ ഒരു കർഷകൻ ഉണ്ട്, ആളുടെ വൈഫ് ഉണ്ട്, പിന്നെ അവർ ചുമന്ന് നിൽക്കുന്ന ഒരു വൈക്കോല്, പിന്നെ 2 കുട്ടികളും പിന്നെ ഒരു പട്ടിയും. അവരൊരു കർഷക ഫാമിലി എന്ന് പറയുന്ന ഒരു സ്റ്റാച്ചു ആണ് ഇത് ഇവിടെ. ഹായ്. അപ്പോൾ ഇവിടേക്ക് എത്തിയ എല്ലാവർക്കും നന്നായി എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു പുതിയൊരു സെറ്റ് പാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ 3D മൂവീസ് വരെയുണ്ട്. ഹോറർ, മഞ്ഞ്, അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ടോ. നമ്മുടെ മിക്കി മൗസ് ജമ്പിങ് ചെയ്ത്, പിന്നെ ട്രെയിൻ, അങ്ങനെ എല്ലാതും ഇവിടെ ശരിക്കും എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പം എല്ലാവരും ഇവിടെ വരണം, ഇങ്ങനെ എൻജോയ് ചെയ്ത് പോകണം. ആദ്യം ഒരു ഇങ്ങനെ ബോട്ട് തുഴയണ ഒരു സ്ഥലത്തേക്കാണ് പോണത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഇവിടെ 100 രൂപയ്ക്ക് 4 റൈഡിൽ കയറാട്ടോ. അതുപോലെ തന്നെ സിനിമാ തിയേറ്ററിലേക്ക് ഒരാൾക്ക് 100 രൂപയാണ് കേട്ടോ ടിക്കറ്റ്. അപ്പോൾ അടുത്ത് ഞങ്ങൾ പോകാൻ പോകുന്നത് മിക്കി മൗസ് ജമ്പിങ്ങിലാണ് കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഒരു ഹൊറർ പ്ലാനറ്റ് എന്ന് പറയുന്ന ഒരു സിനിമ 16D എന്നുള്ള സിനിമയ്ക്കാണ് അവിടെ ഞങ്ങൾ കയറട്ടെ കേട്ടോ. കണ്ടോ, സോ ഹൊറർ മൂവി ഞങ്ങൾ കണ്ടു. നല്ല രസമുണ്ട്. അതിൻ്റെ മോളിൽ നിന്ന് മഞ്ഞും മഴയൊക്കെ വേണം. പിന്നെ ആ സൈഡ് തീയൊക്കെ വെച്ച്
ഉണ്ടായിരുന്നു, നല്ല എൻജോയ് ചെയ്തു. അതിന് ശേഷം ആ സൈഡിലുള്ളൊരു സ്ഥലത്താണ് കിഡ്സ് പാർക്ക് എന്നുള്ളൊരു സ്ഥലമാണ്. ഇവിടെ പൈസ ഒന്നും കൊടുക്കണ്ട, ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഈ റൈഡാണ് കാണാൻ കയറുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഫ്രണ്ട്സ്, അപ്പോൾ അത് നമ്മളെല്ലാ റൈഡ്സിലും കയറി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും കുട്ടികളെ കൊണ്ട് വരാം. അപ്പോൾ ഇവിടെ നന്നായി അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലമാണ് അവിടെയും. പിന്നെ ഈ കിഡ്സ് പാർക്ക് ഫ്രീ ആയിട്ട് നമുക്ക് കയറാം. അപ്പോൾ അതുപോലെ തന്നെ കുറേ അവിടെ മങ്കി പാസ് അങ്ങനെ കുറേ ഉണ്ട്. ഇപ്പോൾ ഇത് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്, റൈഡ്സ് അങ്ങനെ കിട്ടും. പിന്നെ അപ്പുറത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായി 100 രൂപയ്ക്ക് അവിടെ ഉള്ളത് 100 രൂപയ്ക്ക് 4 റൈഡ്സ്. പിന്നെ ഹോറർ പ്ലാനറ്റ് 316D അതൊക്കെ ഉണ്ട്. പക്ഷെ ഹോറർ പ്ലാനറ്റ് ഞങ്ങൾക്ക് പോയപ്പോൾ ഭയങ്കര പേടിയാ, അങ്ങോട്ട് കൂടെ അനങ്ങി ഇതൊക്കെ. അതുപോലെ തന്നെ മറ്റേ മൂവി ഇവിടുത്തെ മരങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് മിക്ക മരങ്ങൾക്കും എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഓരോ വരുന്ന ആൾക്കാർ പ്രശസ്ത ആൾക്കാർ നട്ട മരങ്ങളാണിത്. ഇത് സാറ ജോസഫ് നട്ടാണ്, നമ്മുടെ മാധവിക്കുട്ടി അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് നീർമാതളമാണ് നട്ടത്. പിന്നെ അവിടെ സാജു കെ മാത്യു നട്ടതാണ്. അങ്ങനെ ഇവിടെ ഒരുപാട് പ്രശസ്ത ആൾക്കാർ നട്ട മരങ്ങളുണ്ട് മിക്കതും. ഇതാണ് അശോകമരം. ഇത് നട്ടത് സുകുമാർ അഴീക്കോട് മാഷാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു വ്ളോഗുമായി അടുത്ത ദിവസം കാണാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് അടുത്ത ചാനൽ കാണാം. ടാറ്റാ.